Warm welcome to all. ഇത് നമ്മൾ വൈറ്റൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. ദിസ് പാർട്സ് ഡീൽ വിത്ത് പൾസ്. കഴിഞ്ഞ പാർട്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ബോഡി ടെമ്പറേച്ചറിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചത്. ഈ ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് പൾസ് റേറ്റിനെ കുറിച്ചാണ്. സോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് കാർഡിനൽ സയൻസ് എന്നും പറയുന്നുണ്ട്. ബിക്കോസ് ദേ ആർ cardinal signs of our body. They are include body temperature, pulse, respiration and blood pressure. Abbreviation നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, TPR BP എന്നാണ് പറയുക. പിന്നെ ഈ പാർട്ട് ഡീൽ ചെയ്യുന്നത് പൾസ് റേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പൾസ് റേറ്റ് എന്താണെന്ന് നോക്കാം. പൾസ് റേറ്റ് എന്ന് പറയുന്നത് അഥവാ പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് റീകോയിൽ of an artery as the wave of blood is forced through it during the contraction of left ventricle. The pulse can be felt by the fingers on a point where an artery crosses a bone close to the surface of the skin. Pulse is a throbbing sensation that can be palpated over peripheral artery or auscultated over the apex of heart. The pulse can be felt by the fingers on a point where an artery crosses a bone close to the surface of skin. Pulse is a throbbing sensation that can be palpated over a peripheral artery or auscultated over the apex of the heart. It results as a bounce of blood is pumped into the arterial circulation by the contraction of left ventricle. അപ്പോൾ പൾസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ results as a bounce of blood is pumped into the arterial circulation. ബ്ലഡ് ആർട്ടീരിയൽ സർക്കുലേഷനിലേക്ക് എൻ്റർ ആവുന്നതിൻ്റെ ആ ഒരു ബൗൺസിങ് എഫക്റ്റാണ് നമ്മൾ പൾസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ പൾസ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ആയിട്ട് എക്സ്പാൻഷനും അതുപോലെ തന്നെ റീകോയിലും ചെയ്യുന്നതാണ്. ആർട്ടറീസിനെ ആൾട്ടർനേറ്റ് ആയിട്ട് എക്സ്പാൻഷനും റീകോയിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി പേഴ്സണെ എടുത്തു നോക്കുകയാണെങ്കിൽ ദ പൾസ് റിഫ്ലക്ട്സ് ദ ഹാർട്ട് ബീറ്റ്. That is, the pulse rate is same as that of the rate of ventricular contraction of heart. അപ്പോൾ ഹാർട്ടിൻ്റെ എത്രമാത്രം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നോ അത്രമാത്രം തന്നെ നമുക്ക് പൾസ് ഫീൽ ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഹെൽത്തി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പൾസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ ഹാർട്ട് ബീറ്റിനെയാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റിന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസ് റേറ്റ് നോക്കിയാൽ മതി. ഇനി പറയുന്നത് സൈറ്റ്സ് ഓഫ് പൾസ് ആണ്. പൾസ് മേ ബി മെഷേർഡ് ഇൻ മെനി സൈറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് ടെമ്പോറൽ. ടെമ്പോറൽ സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റ് ഈസ് സുപ്പീരിയർ ആൻഡ് ലാറ്ററൽ ടു ദ ഐ ഓവർ ടെമ്പറൽ ബോൺ. ടെമ്പറൽ ബോണിൻ്റെ ടെമ്പോറൽ ലോബിലായിട്ട് നമ്മുടെ ഐൻ്റെ ലാറ്ററൽ ആൻഡ് സുപ്പീരിയർ സൈറ്റിലാണ് നമ്മൾ ടെമ്പോറൽ പൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു നെറ്റീൻ്റെ ഈ ഒരു ടെമ്പറൽ സൈഡിലായിട്ടാണ് ലാറ്ററൽ ആൻഡ് സുപ്പീരിയർ ടു ദ ഐ. ഈ ഭാഗങ്ങളിലാണ് നമുക്ക് ടെമ്പറൽ പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് കരോട്ടിഡ് പൾസ്. കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റേർണോക്ലീഡോ മാസ്റ്റോയിഡ് ഇരിക്കുന്നത്. സോ അലോങ് ദ മീഡിയൽ എഡ്ജ് ഓഫ് ദ സ്റ്റേർണോക്ലീഡോ മാസ്റ്റോയിഡ് ഓഫ് ദ നെക്ക്, രണ്ട് സൈഡിലും ഈ റെഡിൽ കാണുന്നതാണ് എന്ത്, ആ ഭാഗങ്ങളിലാണ് നമ്മുടെ കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യുമ്പോൾ കരോട്ടിഡ് ആർട്ടറി കിട്ടുന്നതാണ്. ദ നെക്സ്റ്റ് സൈറ്റ് ഈസ് അപ്പിക്കൽ സൈറ്റ്. അപ്പിക്കൽ പൾസ് എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ്. 4th 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ ആയിട്ടാണ്, ലെഫ്റ്റ് സൈഡിലാണ് അപ്പിക്കൽ പൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗങ്ങളിലായിട്ടാണ്. സോ മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ അപ്പിക്കൽ പൾസ് നമുക്ക് 4th to 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലായിട്ട് കിട്ടും. അതും സ്റ്റെതസ്കോപ്പിൻ്റെ ബെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. The next site is brachial pulse. Brachial pulse എന്ന് പറയുന്നത് groove between biceps and triceps muscles at the antecubital fossa. Antecubital fossa ഈ ഒരു ഭാഗത്ത് ഇതാണ് ബ്രേക്കിൽ പൾസ് കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത്. പാൽപ്പേറ്റ് ചെയ്യേണ്ട രീതി ഈ 3 ഫിംഗേഴ്സിൻ്റെ ടിപ്സ് വെച്ചിട്ടാണ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുന്നത്.
ദ നെക്സ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് റേഡിയൽ പൾസാണ്. റേഡിയൽ പൾസാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൾസ് എന്ന് പറയുന്നത്. റേഡിയൽ പൾസ് എന്ന് പറയുന്നത് തമ്പ് സൈഡിൽ ഉള്ള പൾസിനെയാണ് നമ്മൾ തമ്പ് അപ്പം വിരലിൻ്റെ അതേ സൈഡിലുള്ളതിനെയാണ് നമ്മൾ റേഡിയൽ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫിംഗേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് വെച്ചിട്ടോ നമുക്ക് റിസ്റ്റിൽ റേഡിയൽ പൾസ് തമ്പ് സൈഡിൽ ഫോറാമിൽ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അടുത്തത് അൾനാർ സൈറ്റാണ്. ഇപ്പോൾ റേഡിയൽ എന്ന് പറയുന്നത് തമ്പ് സൈറ്റിലാണെങ്കിൽ അൾനാർ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സൈറ്റിലാണ്. അൾനാർ സൈഡ് ഓഫ് ദ ഫോറാം, റിസ്റ്റിൽ അൾനാർ സൈഡിൽ. ഈ ഭാഗമാണെങ്കിൽ എന്താണ്? റേഡിയൽ പൾസാണ്. ഈ ഭാഗമാണെങ്കിൽ അൾനാറാണ്. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയൽ പൾസാണ്. നെക്സ്റ്റ് സൈറ്റ് ഈസ് ഫെമോറൽ. ഫെമോറൽ എന്ന് പറയുന്നത് ബിലോ ദ ഇൻക്വൈനൽ ലിഗമെന്റ്, മിഡ്വേ ബിറ്റ്വീൻ സിംഫൈസിസ് പ്യൂബിസ് ആൻഡ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിൽ ഈ അടിവയറിൻ്റെയും ഭാഗത്തായിട്ടാണ് ഇൻക്വൈനൽ ലിഗമെൻറ്റിൻ്റെ താഴെയാണ് നമുക്ക് ഈ ഒരു ഫെമോറൽ പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പൊപ്ലീറ്റിയൽ പൾസ്. അത് ബിഹൈൻഡ് ദ നീ ആണ്, കാൽമുട്ടിന് പുറകിലുള്ള പൾസിനെയാണ് നമ്മൾ പൊപ്ലീറ്റിയൽ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊപ്ലീറ്റിയൽ പൾസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. പൊപ്ലീറ്റിയൽ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഈ കാൽമുട്ടിന് പുറകിലുള്ള പൾസിനെയാണ് നമ്മൾ പൊപ്ലീറ്റിയൽ പൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റീരിയൽ ടിബിയൽ പൾസ്, ഇന്നർ സൈഡ് ഓഫ് ദ ആങ്കിൾ. ആങ്കിളിൻ്റെ ഇന്നർ സൈഡിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ ടിബിയൽ പൾസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡോർസാലിസ് പെഡിസ്. ഡോർസാലിസ് പെഡിസ് എന്ന് പറയുന്നത് അലോങ് ദ ടോപ്പ് ഓഫ് ഫുട്ടിൻ്റെ ടോപ്പിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗങ്ങളിലായിട്ടാണ് ഡോർസാലിസ് പെഡിസ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള 10 പൾസിന് സൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ടെമ്പോറൽ, കരോട്ടിഡ്, അപ്പിക്കൽ, ബ്രേക്കിയൽ, അൾനാർ, റേഡിയൽ, ഫെമോറൽ, പൊപ്ലീറ്റിയൽ, പോസ്റ്റീരിയൽ ടിബിയൽ ആൻഡ് ഡോർസാലിസ് പെഡിസ്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് സം പോയിന്റ്സ് ടു റിമെമ്പർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റേഡിയൽ ആൻഡ് കരോട്ടിഡ് ആർട്ടറീസ് ആർ കോമൺലി യൂസ്ഡ് ബിക്കോസ് ദേ ആർ ഈസിലി പാൽപ്പേറ്റഡ്. നമുക്ക് ഈസി ആയിട്ട് പാൽപ്പേറ്റ് ചെയ്താൽ കിട്ടാവുന്ന 2 പൾസ് എന്ന് പറയുന്നത് റേഡിയൽ ആൻഡ് കരോട്ടിഡ് പൾസാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന പൾസ് എന്ന് പറയുന്നത് റേഡിയൽ ആൻഡ് അപ്പിക്കൽ പൾസാണ്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പൾസ് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അസസ് ചെയ്യുന്നത്. കാരണം കരോട്ടിഡ് ആർട്ടറി ഒന്നും നമുക്ക് ഒരു 10 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് നേരിട്ട് ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസ് ആണ്. സോ നമുക്കൊരു 10 സെക്കൻഡിൽ കൂടുതൽ ഒരു കാരണവശാലും കരോട്ടിഡ് ആർട്ടറി പൾസ് ചെക്ക് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റേഡിയൽ ആർട്ടറിയും അതുപോലെ തന്നെ അപ്പിക്കൽ പൾസുമാണ് നമ്മൾ കൂടുതലായിട്ടും പൾസ് റേറ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. The next one is apical pulse is counted for 1 minute by listening with a stethoscope over the apex of the heart. Radial pulse we can assess by the tip of the fingers. 3 fingers വെച്ചിട്ട് we can assess radial pulse. But apical pulse എന്ന് പറയുമ്പോൾ 1 minute നമ്മൾ സ്റ്റെതസ്കോപ്പ് ഹാർട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട്, അതായത് 4th to 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പിക്കൽ പൾസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേഴ്സ് അസസ് അപ്പിക്കൽ റേറ്റ് ബൈ ലിസണിങ് ഫോർ സൗണ്ട്സ്. അപ്പം നമ്മൾ അപ്പിക്കൽ റേറ്റ് നമ്മൾ നോക്കുന്നത് S1 S2 സൗണ്ട്സ് നോക്കിയിട്ടാണ്. അതായത് ഹാർട്ട് വാൾവ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് നമ്മൾ ഈ S1ഉം S2 എന്നും പറയുന്നത്. അപ്പോൾ ആട്രിയോവെൻട്രിക്കുലാർ വാൾവ് ക്ലോസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ S1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ലബ് എന്ന് പറയുന്നത്. S2 എന്ന് പറയുന്നത് സെമി ലൂണാർ വാൾവ്സ് ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡബ് എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ലബ് ഡബ് സൗണ്ടാണ് നമ്മൾ ഒരു ഹാർട്ട് ബീറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഈച്ച് സെറ്റ് ഓഫ് ലബ് ഡബ് കൗണ്ടഡ് ആസ് 1 ഹാർട്ട് ബീറ്റ്. Then apical rate of an infant is easily palpated with a fingertip. ഇപ്പോൾ വലിയ ആളുകളിലാണെങ്കിലാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നോക്കുന്നത്. കുട്ടികളിലാണെങ്കിൽ വി ക്യാൻ അസസ്ഡ് വിത്ത് ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്. ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികളുടെ കേസിൽ. ദെൻ എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിക്കൽ റേറ്റ് ആൻഡ് റേഡിയൽ പൾസസ് പൾസ് ഡെഫിസിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അപ്പിക്കൽ
പൾസും എടുത്ത് റേഡിയൽ പൾസും എടുത്തു കഴിഞ്ഞ് അതിനകത്ത് നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ 72 നമുക്ക് റേഡിയൽ പൾസ് കിട്ടി, ഒരു 74 നമുക്ക് അപ്പിക്കൽ പൾസ് കിട്ടിയാൽ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഡിഫറൻസ് അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയാണോ അതിനെയാണ് നമ്മൾ പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. And signal that of all heartbeat are not reaching the peripheral arteries or are too weak to be palpated. Because ചിലപ്പോൾ അപ്പിക്കൽ പൾസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹാർട്ടിൽ നിന്ന് കിട്ടുന്ന പൾസിനെയാണ് നമ്മൾ അപ്പിക്കൽ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബോഡീൻ്റെ വേറെ ഭാഗത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് ബാക്കിയുള്ള, അതായത് റേഡിയലാവട്ടെ ബ്രേക്കിലാവട്ടെ അൾനാറാവട്ടെ അതൊക്കെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഹാർട്ട് ബീറ്റിന് അവിടം വരെ പെരിഫറൽ ആർട്ടറീസ് വരെ റീച്ച് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചില സമയത്ത് വളരെ വീക്കായിട്ട് മാത്രം റീച്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് അപ്പിക്കൽ പൾസും ബാക്കിയുള്ള പൾസും തമ്മിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പൾസ് ഡെഫിസിറ്റ് എന്ന്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിക്കൽ ആൻഡ് റേഡിയൽ പൾസസ് പൾസ് ഡെഫിസിറ്റ്. Because signals that all of the heartbeats are not reaching the peripheral arteries or are too weak to be palpated. That is why a difference is there. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിഫറൻസ് കാണുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് പൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റേറ്റ്, റിതം, വോളിയം, ടെൻഷൻ ആൻഡ് ക്വാളിറ്റി. ഇത്രയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് പൾസ് റേറ്റിനെ പറ്റിയിട്ടാണ്. സോ റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് പൾസ് ബീറ്റ്സ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്രമാത്രം പൾസ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ദ ആവറേജ് പൾസ് റേറ്റ് ഓഫ് എൻ യങ് അഡൾട്ട് ഈസ് 72 ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു യങ് അഡൾട്ടിനെ എടുത്താൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അവർ നോർമൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ദ പൾസ് റേറ്റ് റേഞ്ചസ് ഫ്രം 70 to 80 ബീറ്റ്സ് പെർ മിനിറ്റ്. BPM എന്ന് പറയുന്നത് ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ എത്രമാത്രം ബീറ്റ്സ് ഉണ്ട് എന്നുള്ള കണക്കാണ്. അപ്പോൾ നോർമലി ഒരാൾക്ക് 70 to 80 ബീറ്റ്സ് പെർ മിനിറ്റ് ഉണ്ടാവാറുണ്ട്. കോമൺ വേരിയേഷൻസ് ഇൻ ഹാർട്ട് റേറ്റ് മേ ബി ടാക്കികാർഡിയ ആൻഡ് ബ്രാഡികാർഡിയ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസ് റേറ്റിനെ പറ്റിയിട്ടാണ്. റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ ഓഫ് പൾസ് ബീറ്റ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിലുള്ള പൾസ് റേറ്റിനെയാണ് നമ്മൾ റേറ്റ്, പൾസ് എത്രമാത്രം ബീറ്റ് ചെയ്യുന്നുള്ളതിനെയാണ് നമ്മൾ റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് 70 to 80 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഉണ്ടാവുക. ദ പൾസ് റേറ്റ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ റെസ്പോൺസ് ടു എ വെറൈറ്റി ഓഫ് ഫിസിയോളജിക്കൽ മെക്കാനിസം. പല ഫിസിയോളജിക്കൽ കണ്ടീഷൻസിലും നമ്മുടെ പൾസ് റേറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ മൈറ്റ് ബി ആൾട്ടേർഡ് ബൈ ആക്ടിവിറ്റി, medications, emotions, പെയിൻ, ഹീറ്റ് ആൻഡ് കോൾഡ് ഓർ ഡിസീസ് കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പൾസിൽ വ്യത്യാസം വരാറുണ്ട്. To obtain a baseline pulse, client should be at rest during measurement of pulse because physical activity increases heart rate. അപ്പം ബേസ് ലൈൻ പൾസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ കുറച്ച് നേരം ഇരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ പേഷ്യൻ്റെ പൾസ് നോക്കാവൂ. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി പോലും നമ്മളെ ഹാർട്ട് റേറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഓടിയിട്ടൊക്കെ വരുന്ന ഒരാളുടെ ഹാർട്ട് ബീറ്റ് അവരുടെ നോർമൽ റേഞ്ച് ആയിരിക്കണം എന്നില്ല, അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ക്ലൈൻറ്റ് ഷുഡ് ബി അറ്റ് റെസ്റ്റ് ഡ്യൂറിങ് മെഷർമെൻറ്റ് ഓഫ് പൾസ്. Wait for 5 to 10 minutes after activity before the measurement of pulse. പൾസ് മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 5-10 മിനിറ്റ് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഇപ്പോൾ കോമൺ വേരിയേഷൻസ് എന്ന് ഞാൻ പറഞ്ഞു. ടാക്കികാർഡിയം, ബ്രാഡികാർഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ്. ടാക്കികാർഡിയ, ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. അതിൽ ടാക്കികാർഡിയ എന്ന് പറയുന്നത് പൾസ് റേറ്റ് അബോവ് 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ആസ് ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട് ടെൻഡ് ടു ഇൻക്രീസസ്. ഹാർട്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരു 100 ബീറ്റ്സ് പെർ മിനിറ്റ്സിൽ കൂടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ടാക്കികാർഡിയ എന്ന്. ഈ ബ്രാഡികാർഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൾസ് റേറ്റ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. ദ പൾസ് റേറ്റ് നോർമലി സ്ലോവർ ഡ്യൂറിങ് സ്ലീപ്പ് ഇൻ ആൻഡ് ഇൻ റെസ്റ്റ്. അപ്പോൾ ടാക്കികാർഡിയ എന്ന് പറയുന്നത് 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ടാക്കികാർഡിയ എന്നും, ബ്രാഡികാർഡിയ എന്ന് പറയുന്നത് 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ കുറവാണെങ്കിൽ നമ്മളതിനെ ബ്രാഡികാർഡിയ എന്നും പറയുന്നു. അപ്പോൾ നോർമലായിട്ടുള്ള
ഒരാൾക്ക് ഓടുക ചാടുക അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒക്കെ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് റേറ്റ് കൂടാറുണ്ട്. അപ്പോൾ കുറയുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് ഉറങ്ങുന്ന ടൈമിലും അതുപോലെ തന്നെ റെസ്റ്റിംഗ് പീരീഡിലൊക്കെ ചിലപ്പോൾ ബ്രാഡികാർഡിയ അതായത് ഹാർട്ട് റേറ്റ് കുറയാറുണ്ട്. അതൊക്കെ നോർമൽ കണ്ടീഷൻസ് ആണ്. പിന്നെ ഉള്ളതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ് കൂടുന്നതും കുറയുന്നതൊക്കെ. പിന്നെയുള്ള അതിനകത്തുള്ള ഒരു ടേമും കൂടി പിന്നെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഓഫ് പൾസ് എന്ന് പറയുന്നത് റിതമാണ്. ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഇൻ്റർവെൽസ് ബിറ്റ്വീൻ ദ ബീറ്റ്സ്. റിതം റെഫേഴ്സ് ടു ദ റെഗുലാരിറ്റി ഓഫ് ബീറ്റ്. റിതം എന്ന് പറയുന്നത് റെഗുലാരിറ്റി ഓഫ് ബീറ്റ്സിനെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് ആ ഒരു ലബ്ഡപ്പ് സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിതം എന്ന് പറയുന്നത്. എ പൾസ് വിത്ത് ആൻ ഇറഗുലർ റിതം എന്ന് പറയുന്നത് ഡിസ്റിതമിയ അല്ലെങ്കിൽ അരിത്മിയ എന്നാണ് പറയുക. ഈ റിതത്തിന് എന്തെങ്കിലും ഇറഗുലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന ടേമാണ് ഡിസ്റിതമിയ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡിസ്റിതമിയ എന്ന് പറയുന്നത്. പൾസ് വിത്ത് ഇറഗുലർ റിതം ഇസ് termed as dysrhythmia or arrhythmia. Cardiac arrhythmia എന്നും പറയാറുണ്ട്. It consists of random irregular beats. Where dysrhythmia is detected, the apical pulse should be assessed. If the beat is missed or late, the individual has dysrhythmia. അപ്പോൾ ഡിസ്റിതമിയ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അപ്പിക്കൽ പൾസാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബീറ്റ് ഡബിൻ്റെ ഒരു മിസ്സാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്റിതമിയ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയൻറ്റ്, ഇറഗുലർ, എക്സ്ട്രാ സിസ്റ്റോൾ, സൈനസ് അരിത്മിയൊക്കെയാണുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അരിത്മിയ അല്ലെ ഡിസ്റിതമിയ എന്നുള്ളൊരു ടേം ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എ പൾസ് വിത്ത് ഇറഗുലർ റിതം ഇസ് നോൺ ആസ് ഡിസ്റിതമിയ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ അതിന് വോളിയമാണ് നമ്മൾ അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. സ്ട്രെങ്ത് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ പൾസ് റിഫ്ലക്ട്സ് ദ വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ആർട്ടീരിയൽ വാൾ വിത്ത് ഈച്ച് ഹാർട്ട് കോൺട്രാക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോഴ്സ് ഓഫ് ബ്ലഡ് വിത്ത് ഈച്ച് ഹാർട്ട് ബീറ്റ്. അപ്പോൾ വോളിയം അഥവാ ആംപ്ലിറ്റ്യൂഡ് അഥവാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് pulse reflects the volume of blood ejected against the arterial wall with each heart contraction. It refers to the force of blood with each beat. It refers to the fullness of the artery, which reflects the strength of the left ventricular contraction. In normal conditions, the volume of each pulse beat is strong at all the areas where the artery can be palpated. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ഒരു പൾസ് റേറ്റ് ഇപ്പോൾ അപ്പിക്കലാവട്ടെ റേഡിയലാവട്ടെ ബ്രേക്കിലാവട്ടെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൾസ് ബീറ്റ് ഉണ്ടാവുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ പാൽപ്പേറ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ വോളിയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ വോളിയത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് നോക്കാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൾസ് വോളിയം എന്ന് പറയുന്നത് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് നോക്കാം. അതായത് 0 ആണെങ്കിൽ ആബ്സെൻറ്റ്, വിച്ച് മീൻസ് നോ പൾസേഷൻ ഇസ് ഫെൽറ്റ് ഡിസ്പൈറ്റ് എക്സ്ട്രീം പ്രഷർ. ആബ്സെൻറ്റ് പൾസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് അൺഏബിൾ ടു ഡിറ്റക്റ്റ്. പൾസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി 1 കിട്ടിയാൽ ത്രെഡി ഓർ വീക്ക് പൾസ്. Thready or weak pulse. Pulsation is not easily felt and slight pressure to cause it to disappear. It is a stronger than thready pulse. Weak pulse എന്ന് പറയുന്നത് ത്രെഡി പൾസും ഉണ്ട്, വീക്ക് പൾസും ഉണ്ട്. ത്രെഡി പൾസ് എന്ന് പറയുന്നത് നമ്മൾ പൾസേഷൻ ഭയങ്കര പാടാണ് കിട്ടാൻ, പക്ഷേ ഒരു സ്ലൈറ്റ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് ഡിസപ്പിയർ ആയിപ്പോവും. വീക്ക് പൾസ് എന്ന് പറയുന്നത് ത്രെഡി പൾസിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആണ്, പക്ഷേ ലൈറ്റ് പ്രഷർ കൊടുത്താൽ അത് ഡിസപ്പിയർ ആയി. മറ്റൊരു ചെറുതായിട്ടൊരു പ്രഷർ കൊടുത്താൽ പോലും ത്രെഡി പൾസ് ഡിസപ്പിയർ ആവും. വീക്ക് പൾസ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്താൽ വീക്ക് പൾസ് ഇതായിപ്പോവും. ദ നെക്സ്റ്റ് വൺ ഇസ് strong or normal. Strong or normal easily found and obliterated by strong pressure from fingertips. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഫൗണ്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് സ്ട്രോങ്
പൾസ് എന്ന് പറയുന്നത് കുറച്ച് നല്ല സ്ട്രോങ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഡിസപ്പിയർ ആവുള്ളൂ. ദെൻ ബൗണ്ടിങ് പൾസ് ഓർ ഫുൾ പൾസ്. ബൗണ്ടിങ് പൾസ് എന്ന് പറയുന്നത് സ്ട്രോങ് പൾസേഷൻസ് വിച്ച് ഡസ് നോട്ട് ഡിസപ്പിയർ വിത്ത് മോഡറേറ്റ് പ്രഷർ. മോഡറേറ്റ് പ്രഷർ ഒന്നും അപ്ലൈ ചെയ്താലൊന്നും ഇത്തരത്തിലുള്ള ബൗണ്ടിങ് പൾസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആങ്സൈറ്റി, ഹാർട്ട് ബ്ലോക്ക്, അങ്ങനത്തെ കേസൊക്കെയാണ് ബൗണ്ടിങ് പൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫിംഗർ ടിപ്സ് കൊണ്ട് ഒബ്ലിറ്ററേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അർത്ഥം. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഓഫ് പൾസിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെൻഷനെ പറ്റിയിട്ടാണ്. ടെൻഷൻ is the degree of compressibility. It is said to be high tension when artery is difficulty to compress and low tension when it is easily to compress. ഇപ്പോൾ ഹൈ ടെൻഷൻ എന്ന് പറയുന്നത് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആർട്ടറിനെ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തുള്ള നമ്മൾ ഹൈ ടെൻഷൻ എന്ന് പറയുന്നത്, ലോ ടെൻഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലോ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പൾസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പൾസ് റേറ്റ്. എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആ പൾസ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം ഏജ് എന്ന് പറയുന്നതാണ്. ഏജ് എന്ന് പറയുന്നത് പൾസ് റേറ്റ് ഡിക്രീസസ് നോർമലി വിത്ത് അഡ്വാൻസിങ് ഏജ്. ഏജ് കൂടുന്നതിനനുസരിച്ച് പൾസ് റേറ്റ് മാറ്റമുണ്ടാവുന്നുണ്ട്. നോർമലി അത് കുറയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ ബോണിൻ്റെ കേസിലാണെങ്കിൽ പൾസ് റേറ്റ് ഏകദേശം 130 to 140 പെർ മിനിറ്റ് ഉണ്ടാവും. ഒരു മിനിറ്റിൽ ന്യൂ ബോൺസിനെ സംബന്ധിച്ച് 130 to 140 ബീറ്റ്സ് പെർ മിനിറ്റ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇൻഫാൻറ്റ്, ന്യൂ ബോൺസ് എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ ഒരു മാസമുള്ള ബേബീസിനെയാണ്, അല്ലെങ്കിൽ 28 days ഉള്ള ബേബീസിനെയാണ് നമ്മൾ ന്യൂ ബോൺസ് എന്ന് പറയുന്നത്. ഇൻഫാൻറ്റ് എന്ന് പറയുന്നത് 1 year വരെയുള്ള പീരീഡിലുള്ള ബേബീസിനെയാണ് നമ്മൾ ഇൻഫാൻറ്റ് എന്ന് പറയുന്നത്. അത് 120 മുതൽ 160 ബീറ്റ്സ് വരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ഇയറിൽ 110 ബീറ്റ്സ് പെർ മിനിറ്റ്, സെക്കൻഡ് ഇയറിൽ ഏകദേശം 100 to 115 ബീറ്റ് പെർ മിനിറ്റ്സ്, തേർഡ് ഇയറിലും 90 to 100 മിനിറ്റ്സ്. ദെൻ 5 year ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 90 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് വരെ അവർക്ക് ഉണ്ടാവാം. ഇനി അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അവരുടെ നോർമൽ എന്ന് പറയുന്നത്. അതിൽ 60 കുറഞ്ഞാൽ നമ്മൾ ബ്രാഡികാർഡിയ എന്നും 100 കൂടിയാൽ നമ്മൾ ടാക്കികാർഡിയ എന്നും പറയുന്നു. ഇനി അത്ലറ്റ്സിനെ എടുത്ത് നോക്കിയാൽ അത്ലറ്റ്സിന് എപ്പോഴും 45 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരാളെ എടുത്ത് നോക്കിയാൽ 60 to 70 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അവർക്ക് ഉണ്ടാവുക. ഇതാണ് നമ്മൾ ഏജിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ജെൻഡർ. ആഫ്റ്റർ പ്യൂബർട്ടി ദ ആവറേജ് മെയിൽസ് പൾസ് റേറ്റ് ഈസ് ലോവർ ദാൻ ദ ഫീമെയിൽസ് പൾസ് റേറ്റ്. പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിൻ്റെ പൾസ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫീമെയിൽസിൻ്റെ പൾസ് റേറ്റിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കുമെന്നാണ് അർത്ഥം. ദെൻ എക്സസൈസ്. പൾസ് റേറ്റ് ഈസ് ഇൻക്രീസസ് നോർമലി വിത്ത് ആക്ടിവിറ്റി എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അത് പൾസ് റേറ്റ് കൂട്ടുന്നുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൊഫഷണൽ അത്ലറ്റ് ഈസ് ഓഫൺ less than an average person because of greater cardiac size, strength and efficiency. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നത്. Then fever. Pulse rate is increases in response to the lowered BP that results from peripheral vasodilation associated with elevated body temperature and cause increased metabolic rate. അപ്പോൾ പൾസ് റേറ്റ് ഫീവറിൻ്റെ സമയത്ത് കൂടുന്നതിന് കാരണം എന്ന് പറയുന്നത് മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂടുന്നത് കൊണ്ടാണ്. ബോഡി ടെമ്പറേച്ചർ കൂടും, മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂടുന്നത് കൊണ്ടാണ് ഹാർട്ട് റേറ്റ് കൂടുന്നത്. കാരണം അത് ഹാർട്ടിനും കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ദ നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കേഷൻ. സം മെഡിക്കേഷൻ ഡിക്രീസസ് പൾസ് റേറ്റ്, സം മെഡിക്കേഷൻ ഇൻക്രീസസ്. ചില മെഡിക്കേഷൻസ് അത് കുറയ്ക്കുകയും ചില മെഡിക്കേഷൻസ് കൂട്ടുകയും ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റാലിസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് വേറൊരു മെഡിസിൻ അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ട്, അത് ഹാർട്ട് റേറ്റ് കൂട്ടുന്നതാണ്. അപ്പോൾ അതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹൈപ്പോവോളീമിയ. ഹൈപ്പോവോളീമിയ എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഓഫ് ബ്ലഡ് ഫ്രം വാസ്കുലാർ സിസ്റ്റം. ബ്ലഡ് നഷ്ടപ്പെടുന്ന അവസ്ഥേനെയാണ് പറയുന്നത്. അപ്പോൾ അത് ബ്ലഡ് കുറേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഡൽട്ട് ക്യാൻ യൂഷ്വലി ലോസ് അപ് ടു 10% ഓഫ് ദിയർ നോർമൽ സർക്കുലേറ്റിംഗ് വോളിയം വിത്തൗട്ട്
അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ 10% വരെ പോയാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതലാണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങും. ദെൻ അടുത്തത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കൂടിയ ഹാർട്ട് റേറ്റ് കൂടും. ബിക്കോസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേഷൻ ഇൻക്രീസസ് ദ ഓവറോൾ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. Stress increases the rate as well as the force of heartbeat. Fear and anxiety and pain stimulates the sympathetic system and increases pulse rate. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുന്നത് കൊണ്ടാണ് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നത്. The next one is position changes. When a person is sitting or standing, blood usually pools in the dependent vessels of venous system. Pooling results in transient decrease in the venous blood return to the heart and subsequent reduction in blood pressure and increase in heart rate. അപ്പോൾ ഓരോ പൊസിഷനിലും നമുക്ക് ചിലപ്പം ഹാർട്ട് ബീറ്റിന് വ്യത്യാസം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ഉള്ളതല്ല നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് പാത്തോളജി. ഏതെങ്കിലും തരത്തിലുള്ള ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഹാർട്ട് റേറ്റ് കൂടാനും കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൾസ് റേറ്റ് അല്ലെങ്കിൽ പൾസ് നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് നോക്കാം. എ പൾസ് is commonly assessed by palpation or auscultation. Auscultation വഴിയോ അല്ലെങ്കിൽ പാൽപേഷൻ വഴിയോ ആണ് ഒരു പൾസ് നമ്മൾ കോമൺ ആയിട്ട് അസസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ദ മിഡിൽ ഫിംഗർ tips are used for palpation of all pulse sites except the apex of the heart. അപ്പിക്കൽ പൾസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ 3 ഫിംഗേഴ്സിൻ്റെ ടിപ്സ് അല്ലെങ്കിൽ 2 ഫിംഗേഴ്സിൻ്റെ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. പക്ഷേ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് അല്ലെ അപ്പിക്കൽ പൾസിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് എ സ്റ്റെതസ്കോപ്പ് ഫോർ അസസിങ് അപ്പിക്കൽ പൾസ് ആൻഡ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം ഉണ്ട്. മോസ്റ്റ് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് പൾസ് റേറ്റ് എന്ന് പറയുന്നത് അപ്പിക്കൽ പൾസാണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പൾസ് കിട്ടണമെങ്കിൽ അപ്പിക്കൽ പൾസ് എടുത്താൽ മതി. പാൽപേഷൻ ഇസ് ഡൺ യൂസിങ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർ തേർഡ് ഫിംഗേഴ്സ് ഓഫ് വൺ ഹാൻഡ്. അപ്പോൾ പാൽപേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാൻഡിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അത്രയും 3 വിരലോ അല്ലെങ്കിൽ 2 വിരലോ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പൾസേഷൻ ഫീൽ ചെയ്യാവുന്നതാണ്. ഒരു കൂടുതലായിട്ടുള്ളൊരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റെതസ്കോപ്പാണ് അപ്പിക്കൽ പൾസ് ഫീറ്റൽ പൾസും നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആക്യുറേറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പിക്കൽ പൾസാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്യുപ്മെൻറ്റ്സ് ഫോർ പൾസ് അസസ്മെൻറ്റ്? എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2 എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. വൺ ഇസ് ഡോപ്ലർ അൾട്രാസൗണ്ട് സ്റ്റെതസ്കോപ്പ്, പിന്നെ അടുത്തത് സ്റ്റെതസ്കോപ്പാണ്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പാർട്സ് ഉണ്ട്. 2 ഇയർ പീസ്, ബൈനോറൽ, ട്യൂബിങ്സ്, ബെൽ, ഡയഫ്രം. ട്യൂബിങ്സും ബെല്ലും ഡയഫ്രം ചെസ്റ്റ് പീസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ നമുക്ക് കാണാം. ഇതാണ് 2 ഇയർ ടിപ്സ്, 2 ബൈനോറൽസ്, ബ്രേസസ്, then 1 tubing, chest piece and bell and diaphragm. This is the picture of stethoscope. It consists of bell and diaphragm that are rotated into position. അപ്പോൾ നമുക്ക് അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള മാർഗങ്ങൾ അതിനകത്തുണ്ട്. ഇയർ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംഫോർട്ട്, നമ്മൾ ഇയറിൽ കംഫോർട്ടബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നഗ്ലി പോലത്തെ ഒരു സംഭവമാണ് അത് ഇയർ പീസസ് എന്ന് പറയുന്നത്. അത് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ബൈനോറൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആങ്കിൾഡ് ആൻഡ് സ്ട്രോങ് ഇനഫ് to ensure the best reception of sound. The earpieces follow a contour of ear canals pointing towards ear canal when the stethoscope is in the ear. Then tubing, it should be flexible ആയിരിക്കണം. ഏകദേശം 30 to 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും ഒരു ട്യൂബിങ്സിന്. ദെൻ ചെസ്റ്റ് പീസ് എന്ന് പറയുന്നത് ബെല്ലും ഡയഫ്രം ആണ് ഉള്ളത്. അത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കത് പൊസിഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഡയഫ്രം അല്ലെങ്കിൽ ബെൽ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻ പ്രോപ്പർ പൊസിഷൻ ഡ്യൂറിങ് ലിസണിങ് ഓഫ് ദ ഹാർട്ട് സൗണ്ട്സ്.
സ്റ്റെതസ്കോപ്പിലൂടെ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ഈ ബെല്ലും ഡയഫ്രം ഓൺ ആണോ എന്നുള്ള കാര്യം നമ്മൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. ഡയഫ്രം എന്ന് പറയുന്നത് സർക്കുലർ ഫ്ലാറ്റ് പോർഷൻ ഓഫ് ചെസ്റ്റ് പീസിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കവേർഡ് വിത്ത് എ തിൻ പ്ലാസ്റ്റിക് ഡിസ്ക്. ഒരു തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഡിസ്ക് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഇതാണ് ഡയഫ്രം. Then bell of the chest piece is usually surrounded by a rubber ring. ഇതാണ് ബെല്ല്. ബെല്ല് എന്ന് പറയുന്നത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ബെല്ല് എന്ന് പറയുന്നത്. ബെല്ല് യൂഷ്വലി ഒരു റബ്ബർ റിംഗ് കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ദ റിങ്സ് അവോയ്ഡ് ചില്ലിങ് ഓഫ് ദ ക്ലയൻറ്റ്. പേഷ്യൻ്റ് പെട്ടെന്ന് തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിങ്സ് കൊടുത്തിരിക്കുന്നത്. അതായത് കോൾഡ് മെറ്റൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ അതിനൊരു റബ്ബറിൻ്റെ റിങ് ഇട്ട് കൊടുക്കുന്നത്. സോ ലോ പിച്ച്ഡ് സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ബെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ പിച്ച് സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഡയഫ്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈറ്റൽ സയൻസിൻ്റെ തേർഡ് പാർട്ടായിട്ടുള്ള റെസ്പിറേഷനിലേക്ക് വരാം. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കാം. താങ്ക് യു ഓൾ.